നമ്മൾ വീട്ടിലേക്ക് ഒരു ഇൻവെർട്ടർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും? നമ്മൾ കമ്പനി ഇൻവെർട്ടർ സെലക്ട് ചെയ്യുമോ അതോ ഒരു അസംബ്ലി ചെയ്തിട്ട് അറിയാവുന്ന ഒരാളെ കൊണ്ട് അസംബ്ലി ചെയ്യിപ്പിച്ചെടുക്കുകയോ? നിങ്ങൾ ഇതിൻ്റെ താഴെ വീഡിയോയുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ എന്ത് ഓപ്ഷൻ സ്വീകരിക്കും? ഇനി എൻ്റെ ഫൈൻഡിങ്സ് പറയാം. ഓക്കെ, നിങ്ങൾ ഒരു ഇൻവെർട്ടർ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു ഇൻവെർട്ടർ എടുത്താലും അതിൻ്റെ അകത്തുള്ളത് 2-3 പാർട്ടുകൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഹാർഡ്വെയറുമായിട്ടുള്ള പാർട്ടുണ്ട്, സോഫ്റ്റ്വെയർ പാർട്ടുണ്ട്. ഈ 2 പാർട്ടുകളാണ് മെയിനായിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെ നമുക്ക് മെയിനായിട്ടുള്ള 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു യൂണിറ്റ്, അതായത് ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക്സിൻ്റെ കാർഡും നമ്മുടെ ട്രാൻസ്ഫോമറുമാണ്. അപ്പം ഈ ട്രാൻസ്ഫോമറിനെ പറ്റി എല്ലാവരും പറയുന്ന ഒരു കംപ്ലയിൻറ്റ്, കമ്പനി ഇൻവെർട്ടറിൽ വരുന്ന ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അതിൻ്റെ പ്രൈമറി സെക്കൻഡറി വൈൻഡിങ്, ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്ന പ്രൈമറി സെക്കൻഡറി വൈൻഡിങ് അലുമിനിയമാണ്. കമ്പനിക്കാരത് പറയുന്നത് ഹീറ്റ് ഡിസിപ്പേഷൻ അലുമിനിയത്തിന് കൂടുതലുള്ളതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നതെന്ന്. പക്ഷേ ആക്ച്വലി കോസ്റ്റ് റിഡക്ഷനും വേണ്ടിയിട്ടും ആണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അലുമിനിയത്തിൻ്റെ ഒരു മെയിൻ ഒരു തിങ്, അലുമിനിയം കാര്യമൊക്കെ ശരി തന്നെയാണ്, ഹീറ്റ് റിഡക്ഷൻ ഉണ്ട്, എഫിഷ്യൻസിയിൽ കാര്യമായിട്ടുള്ള ഒരു വലിയ വ്യത്യാസം വരുന്നില്ലെങ്കിലും ഓക്കെയാണ്. പക്ഷേ അതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ വർഷം കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഇൻവെർട്ടറുകളിൽ ഓവർലോഡ് ആകുക അല്ലെങ്കിൽ കൂടുതൽ ലോഡിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക, കൂടുതൽ ഹീറ്റൊക്കെ ആയി കഴിയുമ്പം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പ്രൈമറി സെക്കൻഡറി വൈൻഡിങ് പ്രൈമറി സെക്കൻഡറി വൈൻഡിങ് അലുമിനിയം യൂസ് ചെയ്ത് അലുമിനിയത്തിൻ്റെ നാരോ ആയിട്ടുള്ള സ്ട്രാൻഡ്സ്, അലുമിനിയം നാരോ സ്ട്രാൻഡ്സ് പെട്ടെന്ന് ബേൺ ഔട്ട് ആയിട്ട് പോകും. അപ്പം ഇത് പെട്ടെന്ന് 1-2 വർഷം കൊണ്ടല്ല, നിങ്ങൾക്കറിയാം ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ 1 വർഷം വാറണ്ടി ആയിട്ടാണ് കൊടുക്കുന്നത്. ആ 1 വർഷം കൊണ്ട് ആ ഒരു ഇൻവെർട്ടറിന് യാതൊരു തകരാറും വരാൻ പോണില്ല. മേ ബി ഇടി വെട്ടിക്കഴിഞ്ഞാൽ കാർഡ് പോകും, അത് മാത്രമേ ഉള്ളൂ. കാർഡ് പോയാലും കമ്പനിയുടെ സാധനം അവർ കാർഡ് ലെവൽ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യുള്ളൂ, കമ്പോണൻറ്റ് ബേസ് അവർ നന്നാക്കി തരില്ല. അപ്പം കമ്പനികളുടെ ഇൻവെർട്ടറിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അലുമിനിയം കോയിലായിരിക്കും വരുന്നത്. രണ്ടാമത്തെ കാര്യം, കാർഡ് റീപ്ലേസ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ മാത്രമല്ല, സർവീസിങ് ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾ അസംബിളിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കോപ്പർ പെയിൻറ്റിങ് വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ ചെയ്തു തരും. കാർഡ് നിങ്ങൾക്ക് കമ്പോണൻറ്റ് ബേസ് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ വളരെ ഇതിൽ പ്രഗത്ഭമായിട്ട് 10-15 വർഷം നിൽക്കുന്നവരുടെ, അതായത് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഡെവലപ്പ് ചെയ്യുന്നവരുടെ ഒരു ഇൻവെർട്ടർ ടെക്നോളജി നിങ്ങൾ യൂസ് ചെയ്താൽ, അതിൽ മെഡി ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനികളുണ്ട് ഇതിൽ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കമ്പനികളുടെ എല്ലാം ഇൻവെർട്ടറുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പാർട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ്വെയർ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരാളെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് ഇതിൻ്റെ അകത്ത് അവരുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് കമ്പനി ഇൻവെർട്ടറിനേക്കാൾ നന്നായിട്ട് അസംബിൾഡ് ഇൻവെർട്ടർ വർക്ക് ചെയ്യും. ഇത് എൻ്റെ ഒരു അനുഭവമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു മെയിൻ ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ചാർജ് കൺട്രോളേഴ്സാണ്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ബാറ്ററി ചാർജേഴ്സാണ്. നിങ്ങളിപ്പം എല്ലാവരും സോളാറിലോട്ട് കൺവേർട്ട് ചെയ്തു. സോളാറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഈ ഇൻവെർട്ടറിലെ ചാർജിങ് ഫെസിലിറ്റി നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ചാർജിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കി മൊത്തം MPPT അല്ലെങ്കിൽ PWM എക്സ്ട്രാ ചാർജ് കൺട്രോളേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചാർജ് കൺട്രോളേഴ്സാണ്. അപ്പോൾ ഈ ചാർജ് കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ചാർജ്, അതായത് ഓരോ അൽഗോരിതംസ് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ചാർജ് കൺട്രോളേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതിൽ മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ചാർജ് കൺട്രോളേഴ്സ് ആണോ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. സോ കമ്പനിയുടെ സാധനമാണെങ്കിൽ നമുക്കത് എൻഷുർഡ് ആണ്, നല്ല കമ്പനികളുടെ സാധനമാണ് എൻഷുർഡ് ആണ്. മറ്റേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന ഒരു ടെക്നോളജി, ഞാൻ പറഞ്ഞ പോലെ തന്നെ മെഡി ഇലക്ട്രോണിക്സോ അല്ല അങ്ങനെയൊക്കെയുള്ള കമ്പനികളുടെ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു ഇതിൽ അധികായകന്മാരായിട്ടുള്ളവർ ഡെവലപ്പ് ചെയ്തതാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, തീർച്ചയായിട്ടും വിശ്വസിക്കാം. അതിൻ്റെ സോഫ്റ്റ്വെയർ പാർട്ട് വളരെ അഡ്വാൻസ്ഡ് ആണ്. സോ അങ്ങനെയുള്ളത് യൂസ് ചെയ്തിട്ട് അതാണോ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ 100% ഫാർ ബെറ്ററാണ് അസംബിൾഡ് ഇൻവെർട്ടർ കമ്പനിയുടെ ഇൻവെർട്ടറിനേക്കാളും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് ട്രാൻസ്ഫോമറിൻ്റെ കാര്യം, പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പാർട്ട്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഇനി അസംബിൾഡ് ഇൻവെർട്ടർ ആണോ അല്ലെങ്കിൽ ഇതാണോ നല്ലത്, നിങ്ങൾക്ക് കമ്പനിയുടെ ഇൻവെർട്ടർ പെട്ടെന്ന് പോകുന്നത്, കാർഡുകൾ കംപ്ലയിൻറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഒരു റിപ്പയറിങ്ങിന് 2000-3000 പോകുന്നത്, അങ്ങനത്തെ ഇതാണോ? ഇതിൻ്റെ അകത്ത് കൂടുതലും കംപ്ലയിൻറ്റ് വരുന്നത് നമുക്കറിയാം മോസ്ഫെറ്റ് പാർട്ടുകൾ, ചെറിയ റെസിസ്റ്ററും കാര്യങ്ങളും. അത് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി കമ്പനിയുടെ സാധനങ്ങൾ SMDയിലോട്ട് പോകും. അത് പവർ ഹാൻഡിൽ ചെയ്യുന്നതിലൊക്കെയുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയുള്ളൂ, സർവീസ് ചെയ്തെടുക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. സോ അതാണ് അസംബിൾഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ ഗുണം. സർവീസിങ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ എളുപ്പമാണ്. ഈ പറയുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പെർഫോമൻസിൻ്റെ വേരിയേഷൻസ് ഒന്നും ഈ അസംബിൾഡ് നല്ല രീതിയിൽ ചെയ്യുന്ന അസംബിൾഡ്